തെറി വിളിക്കുന്നില്ല, നിന്റെ ബോഡി ഒന്ന് കാണിച്ചൂടെ? നവാസ്, ഏതൊരു നവാസ് KP ആണ് ചോദിക്കുന്നത്. തെറി വിളിക്കുന്നില്ല, ബോഡി ഒന്ന് കാണിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, അയ്യോ എങ്ങനെ ഇവന്മാർക്ക് ഇത് ചോദിക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കടാ. അതിനൊന്നും ചിലപ്പോൾ ഇവന്മാരെ കൊണ്ട് പറ്റത്തില്ല. കമന്റ് ബോക്സിൽ ഇരുന്ന് വേറെ വല്ല പെൺകുട്ടികളുടെ ഓരോന്നൊക്കെ കാണുമ്പോഴായിരിക്കും അവിടെ വന്ന് ഈ ചോദ്യം. വീട്ടിലിരിക്കുന്നവർ ചിലപ്പോൾ കല്യാണം കഴിച്ചവനൊക്കെയാണ് ചിലപ്പോൾ ഭാര്യയോട് ചോദിക്കാൻ തോന്നുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. അരുണിമ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗർ ഉണ്ട്. നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ബാക്ക് പാക്കർ അരുണിമ എന്നാണ് ആ പെൺകുട്ടിയുടെ ചാനലിന്റെ പേര്. ആൻഡ് ഞാൻ സ്ഥിരമായിട്ട് ആ കുട്ടിയുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ പെൺകുട്ടി നേരത്തെ ഈ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ കാണുന്ന ഫസ്റ്റ് ഹിച്ചാക്കിംഗ് നോമാഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ആ പയ്യന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ണർ ആയിരുന്നു ഇവള്. അതിനുശേഷം ഈ പെൺകുട്ടി സ്വന്തമായി ചാനൽ തുടങ്ങി. ഇവള് സ്വന്തമായിട്ട് സോളോ ട്രാവൽ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് അപ്പം ഞാൻ ഹിച്ചാക്കിംഗ് നോമാഡിന്റെ വീഡിയോസും കാണാറുണ്ട്, ഇവളുടെ വീഡിയോസും ഇപ്പൊ കാണാറുണ്ട്. കാരണം എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും നല്ല റിസ്ക് എടുത്താണ് അവരുടെ ട്രാവലിംഗ് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലൈക്ക് കൂടുതലും എന്താ ലിഫ്റ്റ് ഒക്കെ അടിച്ച്, ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ കൂടുതലും അവിടെ ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഇവർ രണ്ടുപേരും പോകുന്നതൊക്കെ കാണാറുണ്ട്. പിന്നെ അരുണിമ ചില സ്ഥലത്തേക്കൊക്കെ അവള് സൈക്കിള് ഒക്കെ യൂസ് ചെയ്ത് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. പ്രത്യേകിച്ച് കുറെ പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു അരുണിമയെ കാണുമ്പോൾ ഒരു ഇൻസ്പയർ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇൻസ്പയർ ആയിട്ടൊക്കെ തന്നെ കുറെ പേര് ചിലപ്പോൾ ഈ ഒരു ട്രാവലിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയവരും കാണും. ഞാൻ എന്തായാലും നേരത്തെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കൊറോണയ്ക്കൊക്കെ മുമ്പായിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്ക് കൂടുതലും കാടുകളായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ട്രക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇവരുടെ വീഡിയോസ് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. സോ അങ്ങനെ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് കാണാറുണ്ട്. 2 ദിവസം മുമ്പ് ഈ അരുണിമയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നു. അരുണിമ ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ നാംബിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ അവിടുത്തെ ഒരു ട്രൈബൽ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു പെൺകുട്ടി ഈ കുട്ടിയുടെ ചാനലിൽ ഇട്ടു. നിങ്ങളിൽ കുറെ പേര് അവളുടെ വീഡിയോ കണ്ടവരൊക്കെ വന്ന് കാണുമല്ലോ ഈ ഒരു വീഡിയോ കാണാൻ. അപ്പം ആ ഒരു വീഡിയോ എനിക്കത് ഭയങ്കരമായിട്ട് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിനൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണം. എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ അടുക്ക പോവുക, അവരുടെ ഡ്രസ്സ് ഇടുക, അങ്ങനെ ആക്ട് ചെയ്യുക. സോ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് റിസ്കി ആൻഡ് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ എന്തോരം, എനിക്ക് തോന്നുന്നു ഒരു 4-3 ആഴ്ചക്കിടയ്ക്ക് അവൾ ഇട്ട ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയ ഒരു വീഡിയോ ഇതാണ്, വെറും 2 ദിവസം കൊണ്ട് തന്നെ. സോ അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ സാധനം കണ്ടിട്ട് ഇൻസ്പയർ ആവും, കുറെ പേർക്ക് ഇൻസ്പിറേഷൻ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ ഈ ചൊറിയാനിരിക്കുന്നവന്മാരുണ്ട്. അവന്മാരെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. അതിനു മുമ്പ് അരുണിമയുടെ ഈ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻ എന്തോരം റിസ്ക് ആണ് ആ പെൺകുട്ടി എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഈ ഒരു കപ്പ് വെള്ളം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് പല്ല് തേക്കണം, മുഖം കഴുകണം, അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കുളിക്കാനൊന്നും ഇവിടെ ഓപ്ഷൻ എന്തായാലും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളമൊന്നും ഇല്ല കിട്ടാൻ. എൻ്റെ ഈ ഒരു സാധനം ഉണ്ട്, ഓട്സ് പോലത്തെ ഒരു സാധനം. അപ്പോ നിങ്ങൾ കണ്ടല്ലോ, ഒരു പെൺകുട്ടി ട്രാവൽ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് അവൾ സൗത്ത് ആഫ്രിക്കയിലാണ്, ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ കൂടെയാണ്. സോ ഒന്ന് മര്യാദയ്ക്ക് അവിടെ കുളിക്കാൻ വെള്ളമില്ല. ആ കുട്ടിക്ക് ആകെ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളമാണ് ഒരു ദിവസം രാവിലെ കിട്ടുന്നത്, പല്ല് തേക്കാനും മുഖം കഴുകാനും ഒക്കെ. സോ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് പല ട്രാവലേഴ്സും ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്രയും റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്ന 2 പേരെ കാണുള്ളൂ. ഒന്ന് ഹിച്ചാക്കിംഗ് നോമാഡ് എന്ന് പറഞ്ഞ പയ്യൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കണ്ടു നോക്കുക. അവന്റെ ഇതുപോലത്തെ കുറച്ച് എന്നാൽ ബുദ്ധിമുട്ടുള്ള ഒരു ട്രാവലൊക്കെ തന്നെയാണ് അവനും ചെയ്യുന്നത്. എന്താ ലിഫ്റ്റ് ഒക്കെ അടിച്ച്, എനിക്കൊന്ന് അതിനെക്കാട്ടിലും ഒരു പൊടി കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്നത് ഈ പെൺകുട്ടിയാണ് എന്നാണ് എനിക്ക് ഈ അടുത്തായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം കണ്ടില്ലേ നിങ്ങൾ, ഒരു ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയി പെട്ടിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കായിരിക്കും ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് മറ്റേ ജെൻഡർ സാധനം പറഞ്ഞുകൊണ്ട് വരും. വേണ്ട, എല്ലാവർക്കും വെള്ളം ഒരുപോലെ ആവശ്യമാണ്. സോ പ്രത്യേകിച്ച് നമ്മള് മലയാളികൾക്ക് നമുക്ക് വെള്ളം വേണം. ഒരു ദിവസം നമുക്ക് കുളിച്ചില്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ള നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ആ പെൺകുട്ടി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അവൾ ആ ഫുഡ് എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, അവിടുത്തെ ഫുഡ്, ആ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുണ്ടാക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഫുഡ് ഇവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റുന്നില്ല. ടേസ്റ്റിന്റെ ഒക്കെ പ്രശ്നം കാണും. അതുകൊണ്ട് തന്നെ ഇവളുടെ കുറച്ച് ഓട്സ് ആണോ അതുപോലത്തെ എന്തോ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്തിട്ട് അതാണ് ഇവള് കഴിച്ച് അവളുടെ വിശപ്പടക്കുന്നത്. സോ അതൊക്കെ നമ്മളെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണോ അത്? അല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരിക്കലും മറ്റേ ആ കണ്ടതിനെ കുത്താനും തെറി പറയാനും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് ഇവിടെ, അവരെ പറ്റിയൊക്കെ നമുക്ക് പറയാം. എന്തായാലും
ബാക്കി വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും എന്തിനാണ് ചിലവന്മാർ വന്ന് മറ്റേ കുത്തുന്നതെന്നുള്ളത്. ഞാനും ഹിംബ ട്രൈബിലെ ആളുകളുടെ പോലെ അവരുടെ ശരീരത്തിൽ പ്രാണികളിൽ നിന്നും പിന്നെ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും പൊടിയിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സാധനം തേച്ചിട്ട് അപ്പം ഞാനും എൻ്റെ വസ്ത്രമെല്ലാം അയച്ച് അതുപോലെ തേച്ച് അവരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ കുറച്ച് ദിവസം, ഒരുപാട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ വസ്ത്രമൊക്കെ അയച്ച് അവരെന്തോ ഒരു റെഡ് സാധനം ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് തേക്കുന്നതെന്നൊക്കെ. ഒരു നെയ്യും പിന്നെ ഈ ഒരു പൊടി ഉണ്ടോ, ആ ഒരു പൊടിയും കൂടെയാണ്. നെയ്യ് എനിക്ക് തോന്നുന്നു ഇവർ തന്നെ പശുവിന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് നെയ്യാണ്, എന്തൊരു ഫാറ്റാണത്. അവരെ കളറ് അവരെൻ്റെ കയ്യിലിടാൻ വേണ്ടി പോവാണ്. മൊത്തം തേച്ചിട്ടുണ്ട് കയ്യിലേക്ക്. അതെ, അയ്യോ ഇത് പോവില്ലേ, ഇത് പോയില്ലെങ്കിൽ പണിയാവും കേട്ടോ. ഇത് എൻ്റെ കാലിലൊക്കെ ഇടുന്നു. അയ്യോ സീനാവും ഇത് പോയില്ലെങ്കിൽ, എന്താവോ എന്തോ. കാലിലൊക്കെ അതേ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഈ വള ഇട്ട് വന്നോണ്ടിരിക്കുകയാണ്. വള എന്താ മരം വെച്ചുണ്ടാക്കിയതാണോ? മരമാണെന്ന് തോന്നുന്നുണ്ട്. സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കണ്ടോ എനിക്ക് നീളം കൂടുതലാണ്. ഇവിടെ ഒരു സാധനം വെച്ച് എനിക്ക് കെട്ടി തന്നേക്കുവാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ യാത്രയിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി പറയാനും ഇതാക്കാനൊക്കെ വരും. ഇതുപോലത്തെ ലൈഫ് എന്താ പറയാ ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ശരീരത്തിൽ നല്ല വെയിറ്റ് ഉള്ള ഓരോ സാധനങ്ങളൊക്കെയാണ് അവരിടുന്നത് കേട്ടോ. എൻ്റെ അമ്മോ അതെ എൻ്റെ അമ്മോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ അരയിലിടുന്നതിനൊക്കെ നല്ല വെയിറ്റാ. സമ്മതിക്കണം അവരെങ്ങനെയൊക്കെ ഇട്ട് നടക്കാൻ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. അതിനകത്ത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ബ്ലർ ചെയ്തിരിക്കുന്നത് എന്നൊരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ബ്ലർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ട്രൈബൽ ഗ്രൂപ്പ് അവിടുത്തെ സ്ത്രീകളൊന്നും മറയ്ക്കാറില്ല. സോ അത് പുറത്ത് നമ്മുടെ സമൂഹത്തിൽ വീഡിയോ ഒന്നും എടുത്ത് കാണിച്ച് അവൾ മോശമായി ഒന്നും ചിത്രീകരിക്കാൻ വരുന്നില്ല. അവൾ ആ സാധനം ബ്ലർ ചെയ്തിട്ട് അവൾ വീഡിയോ ഇടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആചാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, സോറി, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ ആ പെൺകുട്ടിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയൊരു കാര്യമല്ലേ. അവള് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുറെ പേര് തെറി പറയാൻ വരുന്നത്. ഇത് തെറിയല്ല പറയുന്നത്. തെറിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാൻ, ഇത് തെറിയല്ല. ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഇതിന്റെ കമന്റ് ബോക്സ് എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചൊറിയന്മാര് ഇവിടുന്ന് ഉണ്ടാകും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയത്. അപ്പം ഒരുപാട് തെലുങ്കാനയിൽ നിന്നൊക്കെ കുറെ പേര് വന്നിട്ട് സബ് ടൈറ്റിൽ കൊടുക്കൂ ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ഫാനാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ വീഡിയോസ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. അങ്ങനെയുള്ള ഭാഷ പോലും അറിയാത്ത ഒരുപാട് പേര് വന്നിട്ട് ഇവളുടെ ട്രാവൽ കണ്ടിട്ട്, അല്ലാതെ നമ്മുടെ മലയാളികളുടെ ഇടയിലെ ചില ചൊറിയന്മാര് നോക്കിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടിട്ടല്ല, ആ ട്രാവൽ ഇഷ്ടപ്പെട്ടിട്ട് അത് കണ്ടിട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറെ പേരെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ വളരെ നല്ല കമന്റ് ഇട്ടേക്കുന്ന ഒരുപാട് ചേച്ചിമാരെ ഞാൻ കണ്ടു, ചേട്ടന്മാരെ ഞാൻ കണ്ടു. അതിന്റെ ഇടയ്ക്ക് വരുന്ന ചില ചുന്ദരന്മാരുണ്ട്, അവന്മാരുടെ ചൊറിച്ചിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഞാൻ ആദ്യമേ കുറെ നല്ല കമന്റാ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രബുദ്ധ മലയാളി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ വിചാരിച്ച് ചുമ്മാ കുറച്ചുകൂടെ താഴത്തേക്ക് പോയപ്പം കിടക്കുന്ന നല്ല മുഴുത്ത കമന്റുകൾ, കുറച്ച് കമന്റുകൾ ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ആ പെൺകുട്ടിയെ സമ്മതിക്കും പോലെ വോട്ട് ഓവർ എന്തൊക്കെയാണെങ്കിലും സമ്മതിച്ചേ പറ്റൂ. ഇത്രയും റിസ്ക് എടുത്ത് ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ട്രാവൽ ചെയ്യാത്തവരായിരിക്കും കൂടുതൽ ഈ ഇരുന്ന് മറ്റേ ഈ ചൊറിഞ്ഞ കമന്റ് ഇടുന്നത്. ഒന്ന് ഇറങ്ങി നോക്കണം. വീട്ടിലിരുന്നത് ആ ഫോണും എടുത്ത് ഇങ്ങനെ കുത്തുന്ന സമയത്തിന് പകരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കുറച്ച് സ്ഥലങ്ങളൊന്ന് കാണാൻ ഇറങ്ങും. അപ്പൊ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവള് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്നൊന്നും പറഞ്ഞാൽ ചെറുതൊന്നും അല്ല. എനിക്കത് ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ജെൻസിൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്കിപ്പോ ഒന്നിന് പോകാൻ തോന്നി, ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നി, ഏതെങ്കിലും ഒരു ബസ്സിന്റെ ഏതെങ്കിലും ബാക്കിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ പുറകിലോ നമ്മൾ ഇന്ന് കാര്യം സാധിക്കും. പക്ഷെ പെൺകുട്ടികൾ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ മന്ത്ലി വരുന്ന പീരീഡ്സ്, അവർ ട്രാവൽ ചെയ്യുമ്പോൾ പീരീഡ്സ് ആകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ അതൊക്കെ തരണം ചെയ്ത ഒരു പെൺകുട്ടി ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം അവളെ. അല്ലാതെ വന്ന് ഇങ്ങനത്തെ കുറെ സുന്ദരന്മാരുടെ സുന്ദരൻ കമന്റുകൾ വരും. അയ്യോ ശരിക്ക് കാണുന്നില്ല, ആദ്യത്തെ കമന്റാ, ശരിക്ക് കാണുന്നില്ലെന്ന്. എന്താ അവന് കാണാത്ത? അർജുൻ എന്താ പേര്? അവന് ശരിക്ക് കാണാൻ വയ്യുന്നു. എന്താ കാണാൻ പറ്റാത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവന് കാണാൻ വയ്യ. അടുത്തത്, എന്തിനാ ബ്ലറാക്കുന്നത്, ഞങ്ങളും കാണട്ടെ. അതിനടുത്ത കമന്റ് ഇട്ടേക്കുന്നു, നിന്റെ അത്ര
നിനക്കത്ര കാണാൻ മൂത്തിരിക്കുകയാണേൽ വീട്ടിൽ അമ്മയെ കാണുമെങ്കിൽ കാണിച്ചു തരാൻ പറയട്ട. അവൻ്റെ ഇട്ടവനും കൊള്ളാം, പിന്നെ തിരിച്ച് കൊടുത്തവനെ ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും അമ്മയ്ക്കൊന്നും പറയണ്ടേ, ഇവിടെ തെറ്റെന്നെല്ലാം പറഞ്ഞെങ്കിൽ വിടേണ്ട കാര്യമുള്ളൂ. അവന്റെ വിവരദോഷം, അവന് ബ്ലറാക്കിയത് അവന് ബുദ്ധിമുട്ട്. അടുത്തവൻ മനോജ് കുമാർ, പോടി മൈനകമ്മേ എന്നൊക്കെയാണ് അവൻ വിളിക്കുന്നത്. അവന്റെ എനിക്ക് തോന്നുന്നു അവന് മാറിപ്പോയി, അവന്റെ ഗേൾ ഫ്രണ്ട് എന്തോ ആണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൻ വിളിച്ചത് മൈനാഗമേ എന്നൊക്കെ. എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു പെങ്കൊച്ചിനെ, എടാ മോനെ ഇതൊന്നും ചെറിയ കേസൊന്നും അല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെ ചുമ്മാ നേരിട്ട് പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല, ചുമ്മാ ഇരുന്ന് ഓടി മൈനാഗമേ എന്നൊക്കെ. ഇവന്റെയൊക്കെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ട്, അതെനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇത്രയും പ്രശ്നമൊക്കെ എന്താ ആളുകൾക്ക്. അടുത്തവൻ വീണ്ടും ബ്ലറ് വേണ്ടായിരുന്നു. ഉടനെ അതിനുള്ള കമന്റ് ആണ് ഗജ്ജ് കള്ളൻ, പിന്നെ കുറെ ചിരികളും ഒക്കെ വരുന്നുണ്ട് അതിന്റെ താഴത്തേക്കൊക്കെ. അപ്പം ബ്ലറ് വേണ്ടായിരുന്നു എന്നാണ് കുറെ പേരുടെ ഒരു അഭിപ്രായം കേട്ടോ. അവന്മാർക്ക് കാണാനിട്ട് എന്തോ പോലെ അവന്മാർക്ക്, ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ളവരെയാ എന്റെ പൊന്നെ. മറ്റേ പയ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അവര് മര്യാദക്ക് രാത്രി കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മര്യാദക്കൊന്ന് ഡ്രസ്സ് മാറും. ഇവന്മാരപ്പ ചെല്ലുമായിരിക്കും തള്ളിപ്പിടിച്ചോണ്ട്, ബ്ലറാക്കല്ലേ കണ്ടോട്ടെ എന്നും പറഞ്ഞോണ്ട്. അയ്യോ ഇതൊക്കെ ഇവിടെ ഉള്ളെന്തായാലും. അടുത്തത്, അയ്യേ പൈസക്ക് വേണ്ടി വേറെ എന്തെല്ലാം ജോബുണ്ട് മോളെ എന്ന് അടുത്തവന്റെ ഒരു കമന്റ് ആണ്. അപ്പം ആ കുട്ടി പൈസക്ക് വേണ്ടിയാണ്, ഇവന്റെ വിവരക്കേടാ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ. ആ കുട്ടി പൈസക്ക് വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഞാൻ പറയട്ടെ, ട്രാവൽ ചെയ്യുന്നവർ, ഇപ്പൊ ആ പെൺകുട്ടിക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണ് അവള് കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്, ഓക്കെ. പക്ഷെ ഇവര്, എനിക്കിപ്പം ഞാനിപ്പോ ഈ പറയുന്ന ഈ പെൺകുട്ടിയാണെങ്കിലും ശരി, നേരത്തെ ഞാൻ പറഞ്ഞ പയ്യനാണെങ്കിലും ശരി, ഇവരൊക്കെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നുമില്ലായിരുന്നു, വളരെ കഷ്ടപ്പെട്ടവർ. ഞാൻ ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, റെഗുലർ വ്യൂവർ ആയിരുന്നു ഞാൻ ആ ടൈമില്. ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ അത്രയും ബുദ്ധിമുട്ടി, ആ ട്രാവലിങ്ങിനോടുള്ള ഒരു പാഷൻ കൊണ്ടാണ് അവരിത് തുടങ്ങിയത്. ഇപ്പൊ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അത് നമ്മൾ പറയുന്നതിന് ഡബിൾ ഇരട്ടി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് അവരുടെ കഷ്ടപ്പാടിന് കിട്ടുന്നതാ. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു കേസൊന്നും അല്ല ഒന്ന് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ചെന്ന് ടാക്സി എടുത്ത് അങ്ങനെയൊക്കെ പോകുന്ന ട്രാവൽ തന്നെ നമ്മളൊന്നും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ക്ഷീണവും പോയി കിടന്ന ഉറക്കം പരിപാടിയൊക്കെയാ. അപ്പൊ ഇങ്ങനെയുള്ളവരെ നിങ്ങളൊന്ന് സമ്മതിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ബുദ്ധിമുട്ട്. ബാഗും തൂക്കി ഒരുപാട് നടന്ന് ഭക്ഷണവും പ്രോപ്പറായിട്ട് കിട്ടാതെ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. അതൊന്ന് ചിന്തിച്ചിട്ട് കമന്റ് ഇടാൻ വന്നിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത്, നാണമില്ലാത്തവൾ. ചിന്തിക്കേണ്ട, ഇവളുടെ ജീവിതം വീഡിയോ ചെയ്യുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം മോശമാണ്, അനുകരിക്കേണ്ട. അപ്പൊ അടുത്തൊരു ചേട്ടന്റെ പേരില്ല കേട്ടോ, ഇതൊക്കെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പേരില്ല, പേരുള്ളവരൊന്നും വന്നിടാൻ വളരെ കുറച്ചാണ് ഇടുന്നത്. ആദ്യത്തെ അജീന എന്ന് പറഞ്ഞ ഒരാളായിട്ടിരിക്കുന്നത്, അജീന വെണ്ണം തോന്നുന്നു, നാണമില്ലാത്തവൾ എന്നൊക്കെ. അജീന മോള് വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സോക്കേട് എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അടുത്തവന്റെ ആരും ഇത് അനുകരിക്കല്ലേ എന്ന് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സത്യം പറഞ്ഞ് ഇതൊക്കെ വേണം അനുകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രസ്സില്ല അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നതൊന്ന് മനസ്സിലാക്കുക. ട്രാവൽ ചെയ്യുക, കുറച്ചും കൂടെ ലോകം കാണുക, ആളുകളെ മനസ്സിലാക്കുക. ഇതൊക്കെ തന്നെ ചെയ്താൽ തന്നെ നമ്മുടെയൊക്കെ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ മാറിക്കിട്ടും. നമ്മുടെ ടെൻഷൻ, ഇങ്ങനെയുള്ള പകുതി കാര്യങ്ങൾ നമ്മുടെ മാറിക്കിട്ടും. എന്ത് റിലീഫായിരിക്കും എന്നറിയോ മൈൻഡിന്. റിസ്ക് ആണ്. ആ ഒരു റിസ്കിനകത്ത് ഒരു സന്തോഷം കിട്ടും. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം പോയാൽ മതി കേട്ടോ. അല്ലാത്ത പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ട്രാവലിനൊന്നും ഇറങ്ങണ്ട, നടക്കത്തില്ല നിങ്ങളെ കൊണ്ട്. അടുത്തത് സഞ്ജയ് ഇട്ടേക്കുന്നതാണ്, ഇയാളുടെ ബ്രസ്റ്റ് സാഗായി ആണല്ലോ ഇരിക്കുന്നത്. അവന്റെ നോട്ടം എങ്ങോട്ടാന്ന് നിങ്ങൾ നോക്കിക്കേ. അവൻ സൂക്ഷിച്ച് നോക്കുന്നത് ആ ബ്ലർ ചെയ്തേക്കുന്ന ഭാഗത്തേക്കാണ് അവന്റെ നോട്ടം. അതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് എന്നിട്ട് കരയുന്നതൊക്കെ അവൻ ഇടുന്നത്. അവന്റെ ഏതാണ്ട് മറ്റേ കാണാതെ പോയത് കണക്ക് അവൻ ഇടുന്നത്. സാഗായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് ഇറങ്ങി, അത് തന്നെ. സോ അതൊക്കെയാണ് നോട്ടം. സമ്മതിക്കണോ? ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്, കുറെ. ഇവന്റെ ഞാനെന്താ പറഞ്ഞു, ഇവന്റെ മോനൊന്ന് തപ്പി നോക്കുക കേട്ടോ, മോന്റെ അവിടെ ഉണ്ടോ. മോന്റെ ഇതല്ല, മാറല്ല, മോന് വേറൊരു സാധനം കാണുമല്ലോ, അതവിടെ ഉണ്ടോ എന്ന് മോനെ തപ്പി നോക്കും. ചിലപ്പോൾ അത് കാണത്തില്ല, അതിന്റെ ആയിരിക്കും മോന്റെ ഈ ഒരു അസുഖം. ഓക്കെ, അടുത്തത് ഇത് തന്നെ. ബ്ലേഡ് ചെയ്ത ഭാഗങ്ങൾ പെയ്ഡ് ആപ്പ് ഉപയോഗിച്ച് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഓഹോ, വല്ലാത്ത കാഴ്ച തന്നെ. ലിറ്റിൽ ടോക്സ്, അവന്റെ പേരാണ് ലിറ്റിൽ ടോക്സ്, ചെറിയ സംസാരമാണെന്ന് അവൻ. അതിലുള്ള കമന്റ് ആണ്, ഏതാപ്പ് ആപ്പ് പറ, ആപ്പ് ഏതാണ് നിങ്ങൾ കണ്ടല്ലോ. ഒരുത്തൻ ആ കമന്റ് ഇട്ടു, ഉടനെ അതിന്റെ അടുത്തവന്മാര് വരുക,
ഏതാ ആപ്പ് നവമാർക്കും കൂടെ കാണാൻ? ഇങ്ങനെയുള്ള കുറെ എണ്ണം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ കഥകളങ്ങ് അടിച്ചു വിടുക. ബ്ലേഡ് ചെയ്ത ബാഗ് അവൻ പെയ്ഡ് ആപ്പ് വഴി കണ്ടു. നിനക്കൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഈ ഒരു വർത്താനമൊക്കെ പറയുന്നതുകൊണ്ട്. എന്ത് സുഖമാണ് കിട്ടുന്നത്? പെയ്ഡ് ആപ്പ് വഴി നീ കണ്ടു, അത് വിശ്വസിക്കാൻ വേറൊരു മണ്ടനും. കൊള്ളാം. ഇവരെ ഉപദേശിച്ചുകൂടെ? പാവം അടുത്ത ആളാ. ഇവരെ ഉപദേശിച്ചുകൂടെ എന്ന്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ അവളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അത് നാട്ടുകാരെ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ, കാണാത്ത ആളുകൾ, അവിടുത്തെ ഓരോ കാഴ്ചകൾ, ഇതെല്ലാം ഇങ്ങനെ എപ്പോഴും ആളുകൾ ഉണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി കാണിച്ചു തരുന്നത്. അവളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നു. അതിനെയാണ് നമ്മൾ പറഞ്ഞു ഉപദേശിച്ച് അയ്യോ മോളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയണം എന്നാണ് ഈ കുട്ടൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. നീ അവസരം കിട്ടിയാൽ അപ്പോ തുണി ഉരിയും എന്ന് ആർക്കാണ് അറിയാത്തത്? MJ മാത്യൂസ് ചേട്ടനാണ് ചോദിക്കുന്നത്. പെൺകുട്ടി തുണി ഉരിയോ എന്നാണ് അവൻ പറയുന്നത്. അവൻ എന്താണ്ട് എക്സ്പീരിയൻസ് ഉള്ളതാണൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് ഒരു ബന്ധമില്ലാത്ത പെൺകുട്ടിയോട് പറഞ്ഞു. ചേട്ടന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഈ ഒരു വർത്താനം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും ചേട്ടാ. അവിടെയാണ് ആണത്തം കാണിക്കേണ്ട ചേട്ടൻ. ഇഫ് യു ആർ എ പ്യോ നല്ല ഒന്നാന്തരം മറ്റേ നഷ്ടമുള്ളവരെന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഐറ്റം ആണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഇതേ കണക്കത്തെ പെൺകുട്ടികൾ ഈ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോടും കൂടെ പോയി ഈ ഒരു ഡയലോഗ് അടിക്കുക. അവർ ഇതേ കണക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവോ, എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് കാണിച്ചു തരുമൊക്കെ ആണെന്ന് തോന്നുമ്പോഴത്തേക്ക് ചേട്ടൻ കൊണ്ട് കാണിക്കുക. ഈ ഇടുന്നവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആ പെൺകുട്ടി ഒന്നും ഇവിടെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നില്ല ചേട്ടാ. നിങ്ങൾ എന്താ ആരും ഇത് മനസ്സിലാവാത്ത? ബ്ലർ ആക്കേണ്ട കാര്യങ്ങൾ ബ്ലർ ആക്കി. അതോ അവളുടെ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള അവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അവൾ എടുത്തിട്ട് അതൊന്നും അവൾ ചെയ്യുന്നില്ല. എല്ലാം ബ്ലർ ചെയ്തിട്ട് അവള് കാണിക്കുന്നത്. അത് ആ പെൺകുട്ടിയുടെ ഒരു നല്ലൊരു ക്വാളിറ്റി. അത് മനസ്സിലാക്കാൻ ഒരു ചെറ്റയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് നാണം കെട്ടവൾ. അടുത്തവൻ തെറി വിളിക്കുന്നില്ല, നിന്റെ ബോഡി ഒന്ന് കാണിച്ചൂടെ? നവാസ്, ഏതൊരു നവാസ് KP ആണ് ചോദിക്കുന്നത്. തെറി വിളിക്കുന്നില്ല, ബോഡി ഒന്ന് കാണിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അയ്യോ, എങ്ങനെ ഇവന്മാർക്ക് ഇത് ചോദിക്കാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കടാ. അതിലൊന്നും ചിലപ്പോൾ ഇവന്മാരെ കൊണ്ട് പറ്റത്തില്ല. കമന്റ് ബോക്സിൽ ഇരുന്ന് വേറെ വല്ല പെൺകുട്ടികളുടെ ഓരോന്നൊക്കെ കാണുമ്പോഴായിരിക്കും അവിടെ വന്ന് ഈ ചോദ്യം. വീട്ടിലിരിക്കുന്നവർ ചിലപ്പോൾ കല്യാണം കഴിച്ചവനൊക്കെയാണ് ചിലപ്പോൾ ഭാര്യയോട് ചോദിക്കാൻ തോന്നുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. മോളെ നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ? ഇവരൊക്കെ കാണുമ്പോൾ ഇതെന്ത് വിഷമം ആവൂലേ? കാണുമ്പോൾ വിഷമം ആവൂലേ? എന്തിന് വിഷമമാവുന്നത്? അവള് മോശമായിട്ടൊന്നും കാണിച്ചില്ലല്ലോ. അതിന് എന്താണോ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അതേ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പാർട്ട് കൂടെ നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. പിന്നെ എന്തിനാണ് വിഷമം വരുന്നത് വീട്ടുകാർക്ക്? അവളിങ്ങനെ സന്തോഷിച്ച് ട്രാവൽ ചെയ്യുന്നതാണോ? ഷാനുമോനാ ചോദിച്ചിരിക്കുന്നത്. ഷാനുമോന് വീട്ടിനകത്ത് തന്നെ ഇരുന്നോ, അല്ലെങ്കിൽ വേറെങ്ങും പോകാൻ പറ്റാത്തതിനും ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റാത്തതിനും ഒക്കെ ഷാനുമോന് ചൊറിച്ചിലുണ്ടായിട്ട് കാര്യമില്ല. ഷാനുമോനെ മനസ്സിലായില്ലേ? ആ പെൺകുട്ടി അവളുടെ ജീവിതം ആഘോഷിക്കട്ടെ, അവൾ രാജ്യങ്ങൾ കാണട്ടെ. കാണുന്നതിൽ കുറച്ചൊക്കെ നമുക്കും കാണിച്ചു തരട്ടെ. നല്ല കാര്യമാണ് ഷാനുമോന്റെ. അപ്പൊ എന്തായാലും പോരെ. വേറൊരുത്തന്റെ അടുത്തവന്റെ കമന്റ് മറ്റേ എനിക്ക് ആ ബോഡിയിൽ മറ്റേ സാധനം തേച്ചു കൊടുക്കുന്നില്ല. അപ്പം ഞാൻ തേച്ചു തരാം വാന്ന്. ഞാൻ തേച്ചു തരാം മോനെ, ഞാൻ വരട്ടേടാ. എനിക്ക് നീ ഞാൻ പറഞ്ഞാൽ കൂടി പോകും. എന്റെ പൊന്നെ, ഇങ്ങനെയുള്ള ഓരോരുത്തരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞോട്ടല്ലോ, ചില കമന്റ് ബോക്സ് കാണുമ്പോഴാണ് ആലോചിക്കുന്നത്. ചിലവന്മാരെ മറ്റേ ഇടിച്ചു മൂക്കാമട്ട പൊളിക്കാൻ തോന്നും. ഓരോ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കോളും. നീയൊക്കെ ഇങ്ങനെ കാണാതിരിക്കേ. കാണാതിരിക്കാൻ പറഞ്ഞാൽ ഇവന്മാര് കാണാതിരിക്കും. എവിടെ നിന്നിട്ട് ഇവന്മാരായിരിക്കും ഫസ്റ്റ് വന്ന് കാണുന്നത് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. എന്നിട്ട് കണ്ട് മറ്റേ ആസ്വദിച്ചിട്ട് മറ്റേ ഇറക്കക്കുറവും എത്ര ഉണ്ട് വല്ല എവിടെന്നെങ്കിലും സൈഡിൽ നിന്ന് കാണാൻ പറ്റും, ഇതെല്ലാം നോക്കിയിട്ട് ഒന്നും നടന്നില്ല ഈ വന്ന് മറ്റേ കമന്റ് ഇടും. അപ്പൊ ഇനി എന്തായാലും ഈ ചൊറിയന്മാര് ചേട്ടന്മാരോടൊന്നും ഇങ്ങനത്തെ കമന്റ് ഇടല്ലേ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും ഈ മറ്റേ ചൊറിച്ചില് ഇടുന്ന നിർത്തത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല. നീയൊക്കെ നിനക്ക് തോന്നിയ കണക്ക് കമന്റ് ഇട്ടോണ്ടിരിക്കും. അങ്ങനെ കുറച്ചും കൂടെ ആ പെങ്കൊച്ചിന്റെ വീഡിയോ ഒന്ന് റെക്കമെൻഡേഷൻ ലിസ്റ്റിലൊക്കെ പോയിട്ട് എല്ലാ രാജ്യത്തുള്ള ആളുകളും ഈ വീഡിയോ കാണണ്ടേ. കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു മലയാളി ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാ രാജ്യത്തുള്ള ആളുകൾ കാണട്ടെ. മനസ്സിലായില്ലേ? അതൊരു മലയാളിയാണ് എന്ന് പറയട്ടെ. നമുക്കേ ഉള്ളത് കാണുമ്പോൾ ഈ ചൊറിച്ചിൽ കുറെ എണ്ണങ്ങൾ വരുന്നത്. പുറത്തൊക്കെ പല രാജ്യങ്ങളിലും ഇത് കാണുമ്പോഴത്തേക്ക് പെൺകുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കാണും. അവര് ആ പെൺകുട്ടിയെ അനുമോദിക്കട്ടെ. മനസ്സിലായില്ലേ? അവർക്കൊക്കെ കാര്യം മനസ്സിലാവും.
ഒരുപാട് ആളുകൾ കാണട്ടെ ഈ പെൺകുട്ടി, ഇവരൊരു മലയാളിയാണെന്ന് തന്നെ പറയട്ടെ. എനിക്കപ്പോ ഇത്രേ ഞാനും പറയുന്നുള്ളൂ. ഇത് കൂടുതലൊന്നും ഈ ചൊറിയന്മാരെ തെറി പറയണമെന്നും കാര്യമില്ല, അതുകൊണ്ട് ഞാനും തെറിയൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ കാണിക്ക്, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അവൾ അവളുടെ ജീവിതം ആഘോഷിക്കട്ടെ. നിന്റെയൊക്കെ ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ കാണുന്ന നമ്മളും വന്നിരുന്ന് വീഡിയോ ഇടട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കാണുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചൊറിയന്മാരെ കുറിച്ചിട്ടൊക്കെ ഉള്ളതും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഈ വീഡിയോയെ പറ്റിയിട്ടും ഉള്ളതും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക.